പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല,
പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാകുന്ന വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരത്തെ നീക്കുവാണ്. ജോഷുവ 3:15 ഇന്നത്തെ രാവിലെയുള്ള സന്ദേശത്തിൻ്റെ ആദ്യ വചനം. ജോഷുവ 3:15. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഉടമ്പടി ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം, അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം, ശരിക്കും പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്നത് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. അമ്മ എങ്ങനെയാണ് വാഗ്ദാന പേടകമായതെന്ന് നമുക്കറിയാം. വാഗ്ദാന പേടകത്തിന് ഒരു സിമ്പിൾ ഇക്വേഷനാണ് ഉള്ളത്. എന്താണ് അത്? ബൈബിളിൻ്റെ പൊതുവായ വെളിപാടിൻ്റെ ഒരു സമവാക്യമാണ്. അതെന്താണ്? കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അതനുസരിച്ച് ജീവിക്കുക. അതാണ് അമ്മ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അമ്മ ദൈവത്തിന്റെ വാക്ക് നിറവേറ്റുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകം ആകുന്നത്. അപ്പം ദൈവത്തിൻ്റെ പേടകമാകും, ദൈവത്തെ വഹിക്കുന്ന ആളാകും. ദൈവത്തിന് കൈയും കാലും കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പം ദൈവത്തിന് കൈയും കാലും കൊടുക്കുന്ന പുരോഹിതൻ എന്ത് ചെയ്ത്? ജോർദാൻ നദി ഇറങ്ങിയപ്പോൾ ജലം വറ്റി മാറി. നമ്മുടെ മുമ്പിൽ പതിവ് പോലെ ഉള്ള പതിവ് ദുഃഖങ്ങളുണ്ട്, പരമ്പരാഗത ദുഃഖങ്ങളും പതിവ് ദുഃഖങ്ങളും. ഓരോരോ മനുഷ്യൻ ഓരോരോ കാലാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന പതിവ് ദുഃഖങ്ങളും. ഇപ്പം മരണമായാലും, കടമായാലും, ജപ്തിയായാലും, ജോലി ഇല്ലാതെ അലയുന്ന അവസ്ഥയായാലും, വിവാഹം താമസിക്കുന്ന അവസ്ഥയായാലും, ഇതെല്ലാം പരമ്പരാഗതമായ ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പതിവ് ദുഃഖങ്ങളുണ്ട്. ഇത് അതിജീവിക്കാൻ കഴിയുന്നതാണ്. അതിന് ബൈബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ വാഗ്ദാന പേടകമാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആരാകും? ദൈവത്തിൻ്റെ സംവാഹകരായിട്ട് മാറും. അപ്പം നമ്മളായിരിക്കത്തില്ല നദി കടക്കണത്, ദൈവമായിരിക്കും. അതുകൊണ്ടാണ് ഐസയ 43:2 പറയണില്ലേ, സമുദ്രത്തിലൂടെ കടന്നു പോകും. സമുദ്രത്തിലൂടെ കടന്ന് വാഗ്ദാന പേടകമായ ദൈവത്തെ വചനം പാലിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെയാണ്, കടവര ദുഃഖങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നതെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്. നദികൾ കടക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയണത്. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അപ്പം മറ്റ് കടങ്ങളായാലും മറ്റ് ഭവിഷ്യത്തും പരാരാബ്ധങ്ങളായാലും നമ്മളെ മുക്കിക്കളയാതിരിക്കാനുള്ള ദൈവിക നടപടിക്രമമാണ് ഉടമ്പടി. അപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഉടമ്പടിയിലാകാൻ നോക്കുക. ഉടമ്പടിയിലാണെങ്കിൽ ആ ചൈതന്യത്തെ വർദ്ധിക്കാൻ നോക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ആദ്യം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് വിനീഷ സേവ്യ. ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. ഞാൻ ഒരു പോർട്ടുകൊല്ലം ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി 14 ആ ഉടമ്പടി എടുക്കാനുള്ള എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്ന അന്നത്തെ ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞത്, അടുത്ത വർഷം 2026 ഫെബ്രുവരി മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യം രേഖപ്പെടുത്തുമെന്ന് ഞാൻ മാതാവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷം എനിക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല. ഈ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടണം. അത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും മാതാവിനോട് പറയായിരുന്നു, മാതാവേ എനിക്കൊന്നും അറിയില്ല. ഞാൻ എല്ലാവരെ പോലെയും 10ാം ക്ലാസ് പാസ്സായി, +2 ഡിഗ്രി എടുത്തു, മാസ്റ്റേഴ്സ് എടുത്തു. മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുന്നിൽ ഇനി ഒന്നും അറിയില്ല എനിക്ക്. എൻ്റെ കയ്യിലാണെങ്കിൽ റാങ്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്, പക്ഷേ എനിക്ക് ജോലിയില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് എല്ലാ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ ജോലിയില്ല. അപ്പം നാട്ടുകാരൊക്കെ ചോദിക്കുകയാണ്, എന്താണ് ക്ലാസ് കഴിഞ്ഞില്ലേ, പഠിത്തം കഴിഞ്ഞില്ലേ, ജോലിയൊന്നും ആയില്ലേ, കല്യാണം ആയില്ലേ, ചുമ്മാ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയണം, മാതാവേ ഞാൻ ഇത്രയും തോൽവിയാണോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാതാവേ എന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആൻമരിയ വിൻസെൻ്റ് അവളാണ്. അപ്പോൾ അവളുടെ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ആദ്യമായിട്ട്. അവളുടെ ഒരു എക്സാം അവൾ ക്വാളിഫൈ ആയി, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൽ അങ്ങനെ കുഞ്ഞുനാൾ തൊട്ടേ മാതാവിനെ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും മാതാവിനോട് ഇങ്ങനെ അടുത്ത് പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്ര വലിയ ദൈവഭക്തിയുള്ളൊരു കൂട്ടത്തിലും അല്ല ഞാൻ അത്ര വലിയ പ്രാർത്ഥിക്കത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 MSc ഞാൻ പാസ് ഔട്ട് ആവുകയാണ്. നീണ്ട 1.5 വർഷത്തിൻ്റെ കാത്തിരിപ്പാണ്. ഞാൻ ഇരിക്കുകയാണ്, മീൻസ് ഞാനൊന്നും പഠിക്കുന്നില്ല. മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് മുന്നിൽ ഒന്നുമില്ല. 2 ഓപ്ഷനാണുള്ളത്, ഒന്ന് BEd എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ PhDക്ക് പോവുക. എനിക്ക് BEd എടുക്കാൻ താല്പര്യമില്ല, ഞാൻ PhD നേടണം, എനിക്ക് PhD എടുക്കണമെന്ന്. എനിക്ക് ഒരു MSc പഠിച്ചപ്പോൾ എനിക്ക് പ്രോജക്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ PhD ചെയ്യണം തീരുമാനിച്ചു. 2024 ജൂലൈ മാസം മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ജൂലൈ 15 കംപ്ലീറ്റ് ചെയ്യുന്നു. ജൂലൈ 20 ഞാൻ CSIR നെറ്റ് കോച്ചിങ്ങിന് പോകുന്നു. ഈ PhDനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, മറ്റേ എക്സാംസ്, നാഷണൽ ലെവൽസ് എക്സാംസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ്ങിന് പോയി. തിരുവല്ലയിലായിരുന്നു കോച്ചിങ്ങിന് പോയിണ്ടായിരുന്നു. നീണ്ട 6 മാസത്തെ കോച്ചിങ്. എന്ന് വെച്ചാൽ വീട്ടിൽ ഹോം സിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കോൺസെൻട്രേഷൻ ഒട്ടും കിട്ടുന്നില്ല. ഞാൻ ഉറങ്ങുന്നില്ല. വെളുപ്പിന് 3 മണിക്കാണ് ഉറക്കം, ഫുഡൊന്നും ശരിയാവുന്നില്ല, പഠിക്കുന്നത് തലയിൽ കയറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എഴുതുന്ന ഒരു എക്സാംസ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി എന്തൊക്കെ പാടുപെട്ടിട്ടും എന്തൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് എഡ്ജിൽ വരെ പോകും, പക്ഷേ ഞാൻ ക്വാളിഫൈ ചെയ്യത്തില്ല. ഞാൻ മാധവനോട് പറയണേ, എന്താ മാധവൻ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് എന്താ ഒന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ വന്ന് ഉടമ്പടി എടുത്തു. എന്ന് വെച്ചാൽ ഞാൻ യാതൊരു ഒരുക്കവും ഇല്ലായിരുന്നു. ഞാൻ കുമ്പസാരിച്ചിട്ടില്ല, മെൻ്റലി ഫിസിക്കലി ഞാൻ റെഡി ആയിട്ടില്ല. എന്താണ് ഉടമ്പടി എന്ന് എനിക്ക് ഒരു ധാരണയില്ല. കൂടുതൽ ഫ്രണ്ട്സ് പറയുന്നു, അമ്മ പറയുന്നു, അച്ഛൻ പറയുന്നു, ഉടമ്പടി എടുക്ക്, ഇത് മാത്രം പറയുന്നു. അപ്പം മറ്റുള്ളവരുടെ പ്രേരണയിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഞാൻ നേരെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഉടമ്പടി എടുക്കുന്നു, വീട്ടിൽ പോന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അടുത്ത വർഷം ഫെബ്രുവരി മാസം ഞാൻ സാക്ഷ്യം പറയും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. പക്ഷെ വേറെ ഒരു വിശ്വാസം എനിക്കില്ല. എനിക്ക് എൻ്റെ ഭൗതിക നേട്ടങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ നിയോഗം. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം വെച്ചത് വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വിശ്വാസം കൂടണമെന്നോ അമ്മയോട് അടുക്കണമെന്നോ ഞാൻ ഒന്നും ആഗ്രഹിച്ചില്ല. ഞാൻ ഫസ്റ്റ് വന്നു, നിയോഗം വെച്ചു, എനിക്ക് PhD ചെയ്യണം, എനിക്ക് PhD ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ അത് മാത്രമാണ് ആദ്യത്തെ എൻ്റെ നിയോഗമായിട്ട് വെച്ചത്. അങ്ങനെ ഞാൻ പോയി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈശോ മാതാവി ഞാൻ ചെയ്ത് തെറ്റായി പോയോ, കുറച്ചുകൂടെ ഒരുങ്ങി എടുക്കണമായിരുന്നോ, കുമ്പസരിച്ച് കുറച്ചുകൂടെ ഒരുങ്ങി എടുക്കണമായിരുന്നോ, എനിക്കിങ്ങ് ഭയങ്കര റിഗ്രറ്റായി പോയി. ഞാൻ അപ്പം മാതാവിനോട് പ്രാർത്ഥിക്കുക. പിന്നീടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മാതാവി എനിക്ക് വിശ്വാസം താ, എന്നെ നിന്നിലോട്ട് അടുപ്പിക്ക്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു മനസ്സ് നീ എനിക്ക് താ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ആദ്യത്തെ 3 മാസം, അതായത്
ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ ഒരു മന്ത് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാതാവിനോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ മാർച്ച് മാസത്തിലാണ് ആ എക്സാം വരുന്നത്. ഞാൻ ഫെബ്രുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു, എനിക്ക് മാർച്ച് മാസം എക്സാം കൊണ്ട് എനിക്കിത് പാസ്സാവണം, ഇത് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം മാർച്ച് മാസം എക്സാം എഴുതി, അതിനുശേഷം റിസൾട്ട് വന്നു, ഞാൻ അതിന് പാസ്സായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ മാതാവേ എന്താ എന്നെ കൈവിട്ടത്, എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റിയില്ലല്ലോ. ഞാൻ മാതാവിനോട് പറഞ്ഞത് CSIR എന്ന് പറയുന്ന എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്ത് തരണം എന്ന് മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് മറ്റേ ഇൻ്റർവ്യൂ ഉണ്ട്, എക്സാം പാസ്സായാൽ മാത്രം പോരാ, എക്സാം പാസ്സാവണം, ഇൻ്റർവ്യൂ പാസ്സാവണം, ഗൈഡ് സെലക്ഷൻ നടക്കണം, അതിനുശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഞാൻ ആദ്യം മാതാവിനോട് ആ തുടക്കത്തിലൊരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഓരോ മാസത്തിലും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഉണ്ടായി. ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ ആയപ്പോഴത്തേക്ക് എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വിളിച്ചു, റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ. ഓരോന്ന് മാതാവ് എനിക്ക് തരികയാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത്ര ആഴമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. മാതാവ് എനിക്കത് കിട്ടണം, മാതാവ് എനിക്ക് ഇത് കിട്ടണം. ഞാൻ മാതാവിനോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ജൂൺ മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ പുതുക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടിയിലോട്ട് ആദ്യമായിട്ട് ചൂടെടുത്ത് വെക്കുന്നത്. ഒന്നും അറിയാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ മാതാവിനെ സാന്നിധ്യം സമീപിച്ചപ്പോഴത്തേക്കും എനിക്ക് മാതാവിനെ അനുഭവിക്കാൻ തുടങ്ങിയത് ജൂൺ മാസത്തിലാണ്. ഉടമ്പടി പുതുക്കുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഉടമ്പടിയിലോട്ട് ആകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ഞാൻ 3 മാസത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് വിശ്വാസത്തിലാണോ അതോ എൻ്റെ ഭൗതിക നേട്ടത്തിനാണോ എനിക്കറിയില്ല. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് ഇന്ന കാര്യം വേണം, അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലും ചിന്താഗതിയിലുമായിരുന്നു ഞാൻ. എപ്പോഴാണോ പുതുക്കിയത് അപ്പോഴാണ് ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ രണ്ടാമത് പുതുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മാതാവിനെ സ്നേഹിച്ച് മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നീട് പുതുക്കുമ്പോഴൊന്നും എൻ്റെ നിയോഗം എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല. എൻ്റെ ഒരു ഭൗതിക നേട്ടങ്ങൾക്കും ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാൻ പിന്നീട് വെച്ച എല്ലാ ഫസ്റ്റ് നിയോഗവും മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് കിട്ടണം, മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടണം, മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റണം എന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലും മാതാവിനോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. എൻ്റെ ഭൗതിക നേട്ടം നിങ്ങൾക്ക് മറന്നു, ഞാൻ മാതാവിനോട് ചോദിക്കുന്നത് നിർത്തി. ഞാൻ മാതാവിൻ്റെ പ്രസൻസ് മാത്രമാണ് ഞാൻ മാതാവിനോട് പിന്നീട് ചോദിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നീട് വീണ്ടും ജൂലൈ മാസമായി. ജൂലൈ മാസത്തിൽ അടുത്ത എക്സാം വന്നു. ആക്ച്വലി ഈ ഒരു CSIR എക്സാം ട്വൈസ് ആയിട്ട്, അതായത് ഒരു വർഷത്തിൽ 2 വട്ടമാണ് നടത്തുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം 3 വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസത്തെ എക്സാം മാറ്റി വെച്ചിട്ട് 3 വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ജൂലൈ മാസമായപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശ്വാസത്തിൽ അടിയുറച്ചു. എന്നിട്ട് ഞാൻ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു മാതാവിനടുത്ത്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ഈ എക്സാം കിട്ടും. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കുറേ പഠിച്ചു, എന്തൊക്കെയോ ഞാൻ പഠിക്കുന്നു, എന്തൊക്കെയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷെ ഒന്നും എനിക്ക് ഒരു ഫുൾഫിൽമെൻറ്റും കിട്ടുന്നില്ല. പിന്നെ പഠിച്ചു, എഴുതി. അടുത്ത മാസം റിസൾട്ട് വന്നു, ഓഗസ്റ്റ് മാസം ആൻസർ കീ വന്നു, കിട്ടിയില്ല. എനിക്ക് അതുപോലെ ഡിപ്രഷൻ വേറെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു എനിക്ക്. പരാതിയും പരിഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഒക്ടോബർ മാസം എത്തുന്നത്, മാതാവിൻ്റെ മാസം. ആ ഒരു മാസം ആക്ച്വലി അത്രയ്ക്കും അത്ഭുതങ്ങൾ എനിക്ക് നടന്നു. ഞാൻ ഇന്നേ വരെ കൃപാസനത്തിൽ ഇങ്ങനെ ജപമാല റാളിയുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഞാൻ തിരക്കിയിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഞാൻ പറയാണ്, ഇങ്ങനെ ജപമാല റാലി ഉണ്ട്, നമ്മളതിനകത്ത് പങ്കെടുക്കണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ ഉടമ്പടി എടുത്തില്ലേ, നീ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പങ്കെടുക്കാം. അപ്പം അന്നേരം ആ ഒരു ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പം എൻ്റെ മനസ്സെന്ന് പറയുന്നത്, മാതാവ് എനിക്ക് ഒന്നും വേണ്ട, അതുമാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാതാവ് എനിക്ക് ഒന്നും വേണ്ട, മാതാവിൻ്റെ സാന്നിധ്യം മാത്രം മതി, മാതാവിൻ്റെ സംരക്ഷണം മാത്രം മതി. എനിക്ക് ഞാൻ മാതാവി എന്ന് വിളിക്കുമ്പം ഏതൊരു ഘട്ടത്തിലും എനിക്ക് എൻ്റെ കൂടെ നീ ഉണ്ടാവണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ നേട്ടം വേണം, ഈ നേട്ടം വേണം, ഞാൻ ഒന്നും മാതാവിനോട് ചോദിക്കുന്നില്ല ആക്ച്വലി. അപ്പം ഞാൻ തന്നെ ആലോചിക്കുന്നത്, എന്തായാലും നമ്മൾ ജപമാല റാലിക്ക് പോവല്ലേ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഭൗതിക നേട്ടങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവരൊക്കെ പോവില്ലേ, നിനക്കൊരു ആവശ്യം പറയാനില്ലേ? നീ ഇങ്ങനെ സ്റ്റക്കായിട്ട് MSc കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ജോലിയൊന്നും ആയില്ല, ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്താ ചെയ്യുക, ഒന്നും അറിയില്ല. അപ്പോഴാണ് ജപമാല റാലിക്ക് പോകുന്നത് 25-ാം തീയതി, ഒക്ടോബർ മാസം 25-ാം തീയതി. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ ഈ ഒരു കൊന്തയും എൻ്റെ ഒരു ഫോണും പൈസ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജപമാല റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്രയ്ക്കും കാലുവേദന, തലവേദന. എന്നുവെച്ചാൽ അന്ന് ഒരു കുട പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് മഴ നനഞ്ഞു, ഫുള്ള് വെയിൽ കൊണ്ടു, അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൽ ഒരു ബിലോങ്ങിങ്സും ഇല്ല. എനിക്ക്
ഒരു പ്രശ്നവും ഇല്ല, നടക്കാനോ ഇരിക്കാനോ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ അന്നത്തെ ഒരു ദിവസം എനിക്ക് അത്രയും വേദന. ഞാൻ എത്ര വട്ടം നോക്കുന്ന ആ അർത്തുങ്കൽ പള്ളിയിൽ ബസ്സിൽ പോകാൻ വേണ്ടിയുള്ള റൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പം ഞാനിരുന്ന് ആലോചിക്കുക, മാതാവി ബസ്സിൽ കയറി പോകണോ, എന്നെക്കൊണ്ട് നടക്കാനാവുന്നില്ലല്ലോ, ആ മണ്ണിൻ്റെ ചൂടും വെപ്പും ഒക്കെ എനിക്ക് ഒന്നും പറ്റുന്നില്ല, നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറയണേ, മാതാവ് എന്ത് പറ്റി എനിക്ക് എന്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല? പക്ഷേ ഞാൻ മാതാവിൻ്റെ ജവമല റാലിക്ക് വരാൻ ഞാൻ യോഗിയല്ലേ? ഞാൻ മാതാവിനോട് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുക, മാതാവ് ഇത് എപ്പോൾ തീരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ കരയുക. ആക്ച്വലി ഞാൻ നടക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുക, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ മാതാവിനടുത്ത് അത്രേ പറഞ്ഞില്ല. എൻ്റെ കൂടെ ശ്രീജി ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇവിടെ ഞാൻ ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ആ ചേച്ചിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് ജപമാല ഉച്ചത്തിൽ ചൊല്ലാം. നമ്മൾ പതിയല്ലേ ചൊല്ലി നടക്കുന്നത്, നമ്മൾ ഉച്ചത്തിൽ ചൊല്ലി നടന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നമുക്ക് ഉച്ചത്തിൽ പറയാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൊന്ത ഉച്ചത്തിൽ നന്മ നിറഞ്ഞ മറിയമേന്ന് ഉച്ചത്തിൽ ചൊല്ലി നടക്കാൻ തുടങ്ങി. എൻ്റെ മാതാവ് എവിടെ നിന്നാണ് ആ ഒരു ബലം കിട്ടിയെന്ന് അറിയില്ല. അത്രയും നേരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നടന്ന ഞങ്ങൾ പിന്നീട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും ഭയങ്കര കാലൊക്കെ എടുത്തു വെക്കാൻ അത്രയും ധൈര്യം ഉച്ചത്തിൽ പറഞ്ഞ് ഞങ്ങൾ ചൊല്ലി അർത്തുങ്കൽ പള്ളിയിലെത്തിയപ്പോൾ ഇതുപോലെ സന്തോഷം എനിക്ക് വേറെ ഇല്ല. മീൻസ് എന്തോ ജീവിതത്തിൽ നേടിയ പോലൊരു സന്തോഷമായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായത്. എൻ്റെ ഭൗതിക നേട്ടങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഒക്ടോബർ മാസത്തിലാണ് രണ്ടാമത് പുതുക്കി ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഡിസംബർ മാസം എത്തിയത്. ഡിസംബർ മാസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാസമായിട്ട് എനിക്ക് മാതാവ് തന്നത്. ഡിസംബർ മാസത്തിൽ ഞാൻ മാതാവിനോട് പറയണേ, മാതാവേ ഞാൻ നിന്നോട് ഫെബ്രുവരി മാസം സാക്ഷ്യം പറയാമെന്ന് രേഖപ്പെടുത്തിയതല്ലേ, പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ ഒന്നും നടന്നിട്ടില്ല. അപ്പം ഞാൻ എന്താണ് ഫെബ്രുവരി മാസം പോയിട്ട് സാക്ഷ്യം പറയാ? ഞാൻ ഒന്നും പറയാനില്ലല്ലോ മാതാവേ, എന്നെ ഇങ്ങനെ എന്തോ ഒന്നും ചെയ്തു തരാത്ത ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കണം. അപ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhDയുടെ എൻട്രൻസ് എക്സാം വിളിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഫെറിൻ എന്നാണ് പേര്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറയാണ്, എടാ ഞാൻ ഇത്രയും എക്സാംസ് എഴുതി, എന്ന് വെച്ചാൽ PhD എൻട്രൻസ് കയറണം എന്നുണ്ടെങ്കിൽ കുറേ എക്സാംസ് ഉണ്ട്. നാഷണൽ ലെവൽ എക്സാംസ് ആയിട്ടുള്ള CSIR, ICMR, DST, DBT, പിന്നെ UGC നെറ്റ്, അങ്ങനെ കുറേ എക്സാംസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എഴുതി, ഇതൊക്കെ ഒത്തിരി പൈസയൊക്കെ ചിലവാക്കി അപ്ലൈ ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, അത്രയും പോയി എഴുതുന്നു. പക്ഷേ കിട്ടുന്നില്ല. എഡ്ജിൽ പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ല. അത്രയും പഠിച്ചിട്ട് പോയിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ അവനോട് ഇതിൻ്റെ വിഷമം പറയണം, ഞാൻ ഇത്രയും എക്സാം എഴുതി ഞാൻ മടുത്തു, എനിക്ക് വയ്യന് എക്സാംസ് എഴുതാം, ഞാൻ എഴുതുന്നില്ല എക്സാം. ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നു, വെറുതെ എന്തിനും റിസൾട്ട് വരുമ്പോൾ ഏങ്ങി കരയാണ് ദിവസവും. റിസൾട്ട് വരുമ്പോൾ ഏങ്ങി കരയുന്നു. എക്സാംസ് ഇത്രയും എഴുതുന്നുണ്ട്, ഇത്രയും ചിലവാക്കി ദൂരെയൊക്കെ ആയിരിക്കും സെൻറ്റർ. അപ്പം അവിടെയൊക്കെ പോയി നമ്മൾ എഴുതുന്നുണ്ട്, പക്ഷെ ക്വാളിഫൈ ആവുന്നില്ല. അപ്പോൾ ഒരു വർഷം, ഈ 2025 നടന്ന വർഷം ഞാൻ എത്ര എക്സാംസ് എഴുതിയെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാംസ് എഴുതി ക്വാളിഫൈ ആവുന്നില്ല. പിന്നെ അപ്പോൾ ഞാൻ പഠിക്കുന്നങ്ങ് നിർത്തി. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, റിസൾട്ട് കിട്ടുന്നില്ല, നിർത്തി, എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങ് വിട്ടു. പിന്നെ ആണെങ്കിൽ അവൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ആയി, നോക്കാം, എഴുതി നോക്കാം, എനിക്കൊരു വിശ്വാസം വന്നു, എഴുതി നോക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, മാതാവിന് ഇഷ്ടം പോലെ ആവട്ടെ. അത്രയും നാൾ ഞാൻ ഭയങ്കര എനിക്കിത് കിട്ടണം, നേടണം, അങ്ങ് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഞാൻ മാതാവിനങ്ങ് കൊടുത്തു, മാതാവേ നിനക്ക് ഇത് എനിക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എനിക്ക് തന്നോ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട. അങ്ങനെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞ, നിനക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ തന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. നമ്മളുടെ തൈലവും അതുപോലെ ഈ കാശുരൂപം എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാണും. ഈവൻ ഞാനൊരു സിനിമാ തിയേറ്ററിൽ പോയാലും എൻ്റെ കയ്യിൽ കാണും. എന്നുവെച്ചാൽ അത്രയ്ക്കും സംരക്ഷണമാണ്. അപ്പം ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. അപ്പം എനിക്ക് അഡ്മിറ്റ് കാർഡ് വന്നപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്, ഡിസംബർ 7-ാം തീയതിയാണ് എൻ്റെ എക്സാം വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ സന്തോഷം എനിക്ക് വേറെയില്ല. മീൻസ് അന്ന് നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞേ, മാതാവ് അഡ്മിറ്റ് കാർഡിൽ ഡിസംബർ 7 ഡേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു, അയ്യോ എനിക്കിനി കൃപാസനത്ത് വരാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് മാതാവിനെ വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ, അങ്ങനത്തെ വിഷമമായിരുന്നു ആദ്യം. പിന്നെയാണ് മനസ്സിലാക്കുന്നത് അഡ്മിറ്റ് കാർഡിൽ മാതാവിൻ്റെ ദിവസമാണല്ലോ എനിക്ക് വന്നിരിക്കുന്നത്. അപ്പം മാതാവ് എനിക്കിത് തരാൻ വേണ്ടി ആയിരിക്കും ആ ഒരു ദിവസം എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആദ്യം മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ ഒരു എക്സാം ഞാൻ ക്വാളിഫൈ ആകുവാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂക്കും ഞാൻ ക്വാളിഫൈ ആകണം, എങ്കിൽ മാത്രം എനിക്ക് ഈ ഒരു എക്സാം തന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എക്സാം എഴുതി തോൽക്കാനോ ജയിക്കാനോ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ 7-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രിവാൻഡ്രത്ത് പോയി എക്സാം എഴുതി. ആ ഒരു ആഴ്ച തന്നെ റിസൾട്ട് വന്നു.
ഞാൻ അതിനകത്ത് വിജയിച്ചു. ആദ്യമായിട്ട് ഒരു എക്സാം ഞാൻ വിജയിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ല ആക്ച്വലി. മീൻസ് ഞാൻ ഒരു 6 മാസം മാത്രമേ കോച്ചിങ്ങിന് പോയിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ ഇരുന്നുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അതിലും ഇങ്ങനെ തോൽക്കുന്നത് കാണുമ്പോൾ കണ്ടിന്യൂസ് തോൽവി ആരെയാണെങ്കിലും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ഞാനങ്ങ് നിർത്തി. എന്തിനാ ഇത്രയും കിടന്ന് പഠിക്കുന്നത്, വേണ്ട പഠിക്കണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലായി. പിന്നെ ഞാൻ എക്സാം പാസ്സായപ്പോൾ അത്രയും സന്തോഷമായി. മാതാവായിട്ട് എനിക്ക് തന്നതാ. December 7 എന്ന് പറയുന്നത് മാതാവിൻ്റെ ദിവസമാണ്. മാതാവ് എനിക്ക് തന്നതാ. അപ്പം ഞാൻ അമ്മയോട് റിസൾട്ട് വന്ന് പോയി പറയാം, അമ്മ മാതാവ് എന്നെ ജയിപ്പിച്ചു, അമ്മ നോക്ക് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ റിസൾട്ട് വന്നു. അതിനുശേഷം തീർന്നിട്ടില്ല. അതിനുശേഷം ഇൻ്റർവ്യൂ December 13 ആയിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവർ കൂടുതലും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിസർച്ച്, നമ്മളെന്താണ് BSc ചെയ്ത പ്രോജക്റ്റ് എന്താണ്, MSc ചെയ്ത പ്രോജക്റ്റ് എന്താണ്, അതുപോലെ തന്നെ SOP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്, നിങ്ങൾ ഈ റിസർച്ചിലൂടെ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ചോദിക്കുക. എനിക്കാണെന്നുണ്ടെങ്കിൽ MSc ഡിസർട്ടേഷനും BSc ഡിസർട്ടേഷനും നല്ല രീതിക്ക് അറിയാം. എന്നുവെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. അത് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നല്ല രീതിക്ക് പഠിച്ചു. ഞാൻ ചെയ്ത ഇൻറ്റേൺഷിപ്പ് ആണെങ്കിലും എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയാണ്, മാതാവേ SOP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എനിക്കറിയത്തില്ല, അത് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഫർദറായിട്ട് എനിക്കറിയില്ല. ആ കാര്യം എനിക്ക് പറയാനും അറിയത്തില്ല മാതാവേ. അത് എൻ്റെ അടുത്ത് ആരും ചോദിക്കരുത്. അവരത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്ത് പറയും, എനിക്ക് അറിയത്തില്ല. അപ്പം എൻ്റെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ. ഞാൻ മാതാവിനോട് അത്രയും എന്നുവെച്ചാൽ തലേന്ന് ഞാനിരുന്ന് കരയുക. എനിക്കെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് ചെന്നൈയിലാണ് ഇൻ്റർവ്യൂ വന്നിരിക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് അവിടെ എനിക്ക് പോകണം. അവിടെ പോയി എന്നെ നാണം കെടുത്ത് എന്നെ തിരിച്ചു വരാൻ വേണ്ടി നീ അനുവദിക്കരുത് എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയപ്പം ആ ഇൻ്റർവ്യൂക്ക് ഞാൻ ഇതുപോലെ എന്നുവെച്ചാൽ അത്രയ്ക്കും ഒരു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടുകയുണ്ടായി. മീൻസ് ഞാൻ ഈ കൊന്ത അകത്ത് കൊണ്ടുപോയി, പിന്നെ നെറ്റിയിൽ വിശുദ്ധ തൈലം പുരട്ടി, പിന്നെ ഉപ്പൊക്കെ വിതറിയിട്ടാണ് ഞാൻ അകത്തോട്ട് പോകുന്നത്. ഞാൻ അവിടെ പ്രതീക്ഷിച്ചത് ഒരു 2 മാം ഉണ്ടാവണം എന്ന് ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് 2 മാമും 2 സാറും ഉണ്ടായിരുന്നത്. അപ്പം അവർ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പേടിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ അമ്മാതിരി ടെൻഷനാണ് എനിക്ക്. MSc എക്സാം, അതായത് BSc MSc എക്സാമിൻ്റെ തലേന്നൊക്കെ തലകറങ്ങി വീഴും, ഛർദ്ദിക്കും. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര എക്സാം ഫിയർ, ഇൻ്റർവ്യൂ ഭയങ്കര ഫിയറാണ്. ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി മിണ്ടാനൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ ഇപ്പം തന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്തുപോലും എനിക്ക് അറിയത്തില്ല ആക്ച്വലി. എന്ന് വെച്ചാൽ നിർത്താതെ എനിക്കങ്ങനെ പറയാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പം നല്ല സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ അകത്ത് പോയപ്പോഴത്തേക്കും ഒരു വലിയൊരു മേലെ ഒരു സ്ഥലത്താണ് എന്നെ ഇരുത്തിയത്. സാറുമാരൊക്കെ താഴെ ഇരിക്കുവാണ്. എന്നിട്ട് അവർ എന്നോട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ എന്താ പറയണ്ടേ. പക്ഷെ ഞാൻ അന്ന് ആ ഒരു ഇൻ്റർവ്യൂ പെർഫോം ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ അത്രയും കോൺഫിഡൻസിൽ എൻ്റെ ഇൻട്രൊഡക്ടറി പാട്ട് തന്നെ ഞാൻ അത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അറിയാം. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ അത്ര അടിപൊളിയായിട്ട് പറയുന്നു. പിന്നെ ഞാൻ എന്താണോ അവർ ചോദിക്കാൻ, എന്നുവെച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ എന്നോട് ചോദിക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും അവരെന്നോട് ചോദിക്കുന്നില്ല. എൻ്റെ MScയും BScയും പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നല്ല നിർത്തി അവർ ചോദിക്കുന്നതിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഉത്തരം പറയുക. എനിക്ക് തന്നെ തോന്നുക ഞാൻ നല്ല രീതിക്ക് പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷെ പിന്നെ ഞാൻ എന്താണോ ചോദിക്കരുതെന്ന് വിചാരിച്ചത് ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ ആളും എന്നോടത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പിള്ളേരുടെ അടുത്തൊക്കെ തിരക്കി, നിങ്ങളുടെ അടുത്തൊക്കെ എന്താ ചോദിച്ചെന്നുള്ളത്. അവരുടെ അടുത്തൊക്കെ കംപ്ലീറ്റ് SOP മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത് ഒറ്റ വാക്ക് പോലും ചോദിച്ചില്ല. എൻ്റെ ബാക്കി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ നല്ല കോൺഫിഡൻറ്റ്. മാതാവ് ഇത്രയ്ക്കും എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യത്തിൽ അറിയുന്ന കാര്യങ്ങൾ മാത്രം ഇത്ര വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റി. അറിയാത്ത കാര്യങ്ങൾ ഒരെണ്ണം എന്നോട് ചോദിച്ചുമില്ല. അത്രയ്ക്കും സന്തോഷമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്കറിയത്തില്ല, മീൻസ് കുറേ പേർ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എത്ര നല്ല രീതിക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അവർ അഡ്മിഷൻ തരുള്ളൂ. അപ്പം ഞാൻ പുറത്തിറങ്ങി ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, മാതാവ് ഇത്രയും ദൂരം വന്നു, എല്ലാം അറ്റൻഡ് ചെയ്തു, ഇനി എങ്ങനെയെങ്കിലും പാസ്സാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം December 19 ഇതൊക്കെ നടക്കുന്നത് നമ്മളുടെ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്താണ്. അപ്പോഴത്തേക്കും റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുകയാണ്, യു ആർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു. എനിക്ക് അതുപോലെ സന്തോഷമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് ഓടി പോയി പറയാം, അമ്മ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. സോ ഇത്രയും
അടുപ്പിച്ച് ഇത്രയും പരാജയങ്ങൾ കണ്ടിട്ടേ നമുക്ക് പെട്ടെന്ന് ഒരു ജയത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാവത്തില്ലേ. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് എല്ലായിടത്തും പറയുക. അപ്പം തന്നെ ഡിസംബർ 20-ാം തീയതി തന്നെ കൃപാസനത്ത് വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു. തീർന്നിട്ടില്ല, അതിനുശേഷം ഇനി ഗൈഡ് സെലക്ഷൻ ഉണ്ട്. അപ്പോൾ റിസർച്ച് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ഗൈഡ് എന്ന് പറയുന്നത് ആ ഒരു റിസർച്ചിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാം. മീൻസ് ഗൈഡ് എന്ന് പറയുന്ന ഒരാൾ നല്ലതുപോലെ നമുക്ക് കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതൊരു 3-4 വർഷത്തിൻ്റെ ഒരു കഠിനാധ്വാനമാണ് ആക്ച്വലി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മാതാവിക്ക് ഒരു നല്ലൊരു ഗൈഡിനെ കിട്ടണേ. എക്സാം പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി, ഗൈഡ് സെലക്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈ ആവത്തില്ല. ആ ഒരു ഗൈഡ് നമ്മൾ സെലക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കവിടെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവി നല്ലൊരു ഗൈഡിനെ കിട്ടണേന്ന്. ഡിസംബർ 30-ാം തീയതിയാണ് നമുക്ക് ഗൈഡിനെ കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതുവരെ എനിക്ക് ഗൈഡ് സെറ്റായിട്ടില്ല. ഞാൻ ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവർ വേക്കൻസി തീർന്നു, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പേടിച്ചു, മാധവി ഇത്രയും കടമ്പകൾ കടന്നു വന്നിട്ട് ഗൈഡ് സെലക്ട് ആവാത്ത രീതിയിൽ എനിക്ക് അഡ്മിഷൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 30-ാം തീയതിയായി. ഞാൻ പറഞ്ഞു, ഇന്ന് ഗൈഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി കിട്ടത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, എനിക്ക് മൊത്തത്തിൽ തീർന്നു, എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എന്തു ചെയ്തു, 30-ാം തീയതി നമുക്ക് ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂ നടന്നപ്പോഴത്തേക്കും 1.5 മണിക്കൂറാണ് ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സാറ് അത്രയ്ക്കും എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിൽ ഏറ്റവും നല്ലൊരു ഗൈഡാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നേരത്തെ ഗൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സാറ് എന്നെ സെലക്ട് ചെയ്തു. എന്ന് വെച്ചാൽ അത്രയും സന്തോഷമായിരുന്നു. അതിനുശേഷം ജനുവരി 5-ാം തീയതി എനിക്കവിടെ അഡ്മിഷൻ കിട്ടി. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി, എങ്ങനെയെങ്കിലും പോകാം. ഇന്ന് PhD ഒരു കാലയളവിൽ ഞാൻ വേണ്ടാന്ന് വെച്ച് പോയി. മീൻസ് ജോലി ഒന്നും ആവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ വേണ്ട, എന്തെങ്കിലും കോഴ്സ് പഠിക്കാം. ഓൺലൈൻ കോഴ്സൊക്കെ ഞാൻ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ മാതാവ് നമ്മൾ വേണ്ടാന്ന് നീക്കി വെക്കുന്ന കാര്യമാണ് നമുക്ക് തന്നത്. എന്ന് വെച്ചാൽ അത്രയും ഞാൻ സന്തോഷം. ഞാൻ വേണ്ടെന്ന് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ PhD ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ടൈം ഞാൻ ഒരു റിഗ്രറ്റ് അടിച്ചേനെ. മീൻസ് ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡ് പോയാലും അയ്യോ അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തോ ഞാൻ ഒത്തിരി റിഗ്രറ്റ് അടിച്ചേനെ. പക്ഷേ ഞാൻ വേണ്ടാന്ന് മാറ്റി വെച്ച ഒരു കാര്യം ഈ ഒരു ഡിസംബർ മാസം, ആ ഒറ്റ മാസത്തിൽ എനിക്ക് മാതാവ് തിരിച്ചു തന്നു. നീ ഇത് ചെയ് എന്ന്. എനിക്ക് എക്സാം പാസ്സാക്കി, ഇൻ്റർവ്യൂ പാസ്സാക്കി, ഗൈഡ് സെലക്ഷൻ നടത്തി, അഡ്മിഷൻ. ഇപ്പം ഞാൻ ഇവിടെ ഒരു PhD സ്കോളറായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു പൊസിഷനിൽ PhD സ്കോളറായിട്ട് ഞാൻ ഇവിടെ ഒന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയ്ക്കും മാതാവിനോട് കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കും സന്തോഷത്തിൽ, മീൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനപൂരിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത്, എനിക്ക് എന്താണോ കിട്ടത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞ കാര്യം എനിക്ക് കിട്ടി. എനിക്കത് കിട്ടി. എനിക്ക് മാതാവിനടുത്ത് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത്രയും മാതാവിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. എനിക്ക് ഈ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ പത്രം ഇവിടെ നിന്ന് മേടിച്ചിട്ട് ട്രെയിനിലും ബസ്സിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനം ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു തമിഴ് പത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴ് പത്രമായിട്ട് നമുക്കിവിടെ കിട്ടത്തില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കെട്ട് തമിഴ് പത്രം മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ ആ പത്രം വീട്ടിൽ തന്നെ ഇരിക്കുക, ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. മീൻസ് ഇവിടെ എല്ലാവരും മലയാളീസാണ്. അപ്പം എനിക്ക് തമിഴ് പത്രം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെയാണ് മനസ്സിലായി, നവംബർ മാസമാണ് ഈ പത്രം ഞാൻ മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഡിസംബർ മാസം ഞാൻ തമിഴ്നാട്ടിലാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ പോയപ്പോൾ എനിക്ക് അവിടെ എല്ലാവർക്കും പത്രം കൊടുക്കാൻ വേണ്ടി പറ്റി. എന്നുവെച്ചാൽ 1 മാസം മുമ്പേ മാതാവ് പ്രേക്ഷിത പ്രവർത്തനം തമിഴ്നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരാളെ പരിചയപ്പെട്ട്, കൽപ്പന എന്ന് പറയുന്ന ഒരാൾ. അവർ അക്രൈസ്തവരാണ് ആക്ച്വലി. അപ്പം ഞങ്ങൾ അവർക്ക് ഇങ്ങനെ പത്രം കൊടുത്തപ്പോഴത്തേക്കും അവർ ഒന്നും പറഞ്ഞില്ല, കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവർ അക്രൈസ്തവരാണ്. അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഞാനും അമ്മയും കൂടെ കണ്ണ് നിറയുവാണ്. വെച്ചാൽ ഈ ഒരു പത്രം എന്ന് വെച്ചാൽ ഞാൻ എത്രയോ പേർക്ക് പത്രം കൊടുത്തിട്ടുണ്ട്. ചിലവർ മനസ്സോടെ മേടിക്കും, ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൊടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് പത്രം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത പത്രമായിരിക്കും. മീൻസ് അവർ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഈ ഒരു തമിഴ് പത്രം ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി മാതാവ് വെച്ച പോലായിരുന്നു എനിക്ക്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം
ഞങ്ങളുടെ ഇവിടെ ഒരു അനാഥാശ്രയമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ എൻ്റെ മുന്നിൽ കൈ നീട്ടുന്നവർക്ക് 10 രൂപയാണെങ്കിൽ 10 രൂപ, എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാറുണ്ട്. പിന്നെ ഇത്രയധികം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. സങ്കീർത്തനം 94:19 ദൈവം നമ്മുടെ ഉള്ളിലെ ആകുലതകൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. ഹൃദയത്തിനുള്ളിലെ ആശങ്കകൾ, ഭയം, അനിശ്ചിതത്വം, ജോലി സമ്മർദ്ദങ്ങൾ, പരീക്ഷ, ഭാവി ജീവിതം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ആകുലതകൾ. ഇവയെല്ലാം ഒരുപക്ഷെ ശരിയായ രീതിയിൽ തോന്നാം. ഉള്ളിൽ ചിന്തകളുടെ യുദ്ധമായിരിക്കാം. പക്ഷേ നമ്മുടെ മുൻപിൽ ഒരു പുഞ്ചിരിയായിരിക്കാം. പക്ഷേ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആശങ്കകൾ വരും, ചിന്തകൾ കൂടും. പക്ഷേ ദൈവത്തിൻ്റെ ആശ്വാസമാണ് ഏറ്റവും ശക്തമായി നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഹൃദയം നിറയ്ക്കുന്നത്. ആ ദൈവസ്നേഹത്താൽ പരിശുദ്ധ അമ്മയാണ് ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഈശോയുടെ അമ്മയിലുമുള്ള ഒരു പൂർണ്ണമായ ഒരു ബന്ധത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് വെനീഷ സേവ്യ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ ആദ്യമായി കൃപാസനത്തിൽ വന്നപ്പോൾ ഒരു കാര്യം മാത്രമാണ് നിയോഗമായിട്ട് സമർപ്പിച്ചത്, PhD പഠിക്കുക എന്ന് മാത്രം. ഭൗതികമായി ഒരു വലിയ ഒരു നേട്ടമാണ് ഈ മകൾ ഉടമ്പടിയിൽ കൂടെ പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നപ്പോഴാണ് അറിഞ്ഞത് ഉടമ്പടി ജീവിതം വിഷയങ്ങളിൽ മാത്രം ബന്ധിതമായിട്ടല്ല, പക്ഷെങ്കിൽ ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധമാണെന്നാണ് ഈ മകൾ പിന്നീട് മനസ്സിലാക്കിയത്. ആദ്യം ഉടമ്പടി എടുത്തു, പിന്നീട് പുതുക്കി. പിന്നെ ആ ഭൗതിക ജീവിതം ആത്മീയ വളർച്ചയ്ക്കായിട്ടാണ് ആ മകളുടെ ജീവിതം മാറിയത്. ഈ മകൾ പറയുകയുണ്ടായി, 0യിൽ നിന്നാണ്, പക്ഷേ 0 എന്നുള്ളൊരു ഫീലിംഗ് ആണിപ്പോൾ. പക്ഷേ ആൾ റാങ്ക് ഹോൾഡറാണ്, എല്ലാ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ ഒരു വിലയുമില്ല. അങ്ങനെ ഒരു ഫീലിംഗ് വരണമെങ്കിൽ ഈ മകൾ ഭൗതികമായിട്ട് എല്ലാ മെറിറ്റുമുള്ള ഒരു മകളാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മകൾ ഉടമ്പടി ജീവിതം നയിച്ചത്. വീണ്ടും വീണ്ടും പുതുക്കി വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വിശ്വാസത്തോടെ ഭക്തിയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ച ഒരു മകളാണ്. അമ്മയും മകളും തമ്മിലൊരു ബന്ധമാണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് കോൺവെർസേഷനാണ് ഇവർ തമ്മിലുള്ളത്. ഓരോ കാര്യവും അമ്മയോട് വന്ന് സംസാരിക്കും, ഓരോ കാര്യവും ഈശോയോട് വന്ന് ചോദിക്കും. ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും നിബന്ധനകളനുസരിച്ച് ജീവിക്കുവാനായിട്ട് 3ാമത്തെ ഉടമ്പടിയിലാണ് ഈ മകൾക്ക് നല്ലൊരു വിശ്വാസപൂർണമായ വിശ്വസ്തയോടെയുള്ള ഒരു ഉടമ്പടി നയിക്കുവാൻ സാധിച്ചത്. എപ്പോഴാണോ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ ഈശോയിലേക്ക് സമർപ്പിച്ചു കൊടുത്തത്, അങ്ങ് വിട്ടുകൊടുത്തത്, അപ്പോഴാണ് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു സ്ഥലം ഈ മകളുടെ ജീവിതത്തിൽ ലഭിച്ചത്. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് ഒരു നല്ലൊരു ബന്ധത്തിൻ്റെ ഒരു സാക്ഷ്യമാണിത്. പല പ്രാവശ്യവും എക്സാമിന് പോയി. പിന്നീട് വന്ന എക്സാം, 3ാമത്തെ പുതുക്കലിന് ശേഷമുള്ള എക്സാമിലാണ് ഈശോയും അമ്മയും ഈ മകളെ ചേർത്ത് നിർത്തി ഓരോ കാര്യങ്ങളിലും ചെയ്യുവാനും അത് പൂർണ്ണമായിട്ടും നടത്തി കൊടുക്കുവാനും മകളുടെ ഓരോ കാര്യത്തിലും ഈശോ അമ്മ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 3ാമത്തെ പ്രാവശ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു കൃപ കാരണമാണ്. കാരണം എല്ലാവിധ ക്വാളിഫിക്കേഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അതെന്താണോ ആ മകൾ റിയലൈസ് ചെയ്തത്, അന്ന് മുതലാണ് ആ മകളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു നേട്ടം സംഭവിച്ചത്. വാശി പിടിച്ച് PhD വാശി എന്നുള്ള പഠിക്കണം എന്നുള്ള വാശി വിട്ടിട്ട് ഈശോയും അമ്മയും കൂടുതൽ അടുത്തറിയാനും ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാനും എന്നാണ് ആ മകൾ തീരുമാനിച്ചത്. അന്ന് മുതൽ അമ്മയും മകളുമായുള്ള ഒരു ബന്ധമാണ്, ഈശോയും മകളുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ളൊരു ജീവിതം. നമ്മുടെ ജീവിതത്തിലും ഭൗതിക കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഈശോയും അമ്മയും
അമ്മയ്ക്കും നമ്മൾ എന്താണോ സ്ഥലം കൊടുക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സ്ഥലം കൊടുക്കുന്നത്, ഈശോയും അമ്മയ്ക്കും കടന്നു വരാൻ നമ്മൾ എന്താണോ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുന്നത്, അന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിതിരിയുന്നത്. പരിശുദ്ധ അമ്മയാണ് ഈശോ എന്ന ആശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. എല്ലാ ഉടമ്പടി മക്കളെയും എല്ലാ ഭാരങ്ങളും ഈശോയുടെ കാൽക്കൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആശങ്കകൾ അമ്മയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച് പ്രതീക്ഷയോടെ നമുക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നിന്ന് മടങ്ങാം. ദൈവത്തിൻ്റെ ആശ്വാസം നമ്മുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കുന്നു എന്നും വിഷയബന്ധിതമായ ബന്ധത്തിൽ നിന്ന് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നമ്മളെല്ലാവരെയും ഈശോയും അമ്മയും കൈപിടിച്ച് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബെനീഷ സീവന് കുടുംബത്തിന് ലഭിച്ച ഈ പ്രത്യേക അനുഗ്രഹത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. എബി, ഇതെൻ്റെ ഭാര്യ ഡയാന, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ആദം. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്നു. നാട്ടിലെ പാലായാണ് സ്വദേശം. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. ഡയാന ഉടമ്പടി എടുത്തത് 2024 നവംബറിലാണ്. ഞങ്ങൾ 2 ഉടമ്പടിയിലുള്ള വ്യക്തികളാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇതിനു മുന്നേ ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു വട്ടം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അൾത്താരയിൽ. അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം ഞാനും വൈഫും കൂടെ ഒരു വട്ടം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത് വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയാനായിട്ട് ഇവിടെ ഞങ്ങളെ ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി നിർത്തിയതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം തുടങ്ങുകയാണ്. ആദ്യമായി ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ 2024 ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ അബുദാബിയിലേക്ക് ചെന്നു. അബുദാബിയിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു താമസ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആദ്യം ചെന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ താമസ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, റൂമിലാണ് താമസിച്ചിരുന്നത്. അവർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ ഞങ്ങളൊരു താമസ സ്ഥലം തപ്പിയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു ഞങ്ങളുടെ അനുയോജ്യമായിട്ട്. ഞങ്ങളങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ അപേക്ഷിച്ചു. ഞങ്ങൾക്കൊരു അനുയോജ്യമായിട്ട് ഞങ്ങളുടെ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് യോജിക്കുന്നതുമായിട്ടുള്ളൊരു താമസ സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് വാടക വളരെ കുറഞ്ഞതും ഫർണിഷ്ഡുമായിട്ടുള്ള നല്ലൊരു താമസ സ്ഥലം മാതാവ് ഒരുക്കി തരികയും ഞങ്ങൾക്ക് ഒന്നിച്ചവിടെ താമസിക്കാനും ഉള്ള ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് വിവാഹത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും വൈഫിന് PCOD ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഒരു പ്രിലിമിനറി ചെക്കപ്പിന് വേണ്ടി. അപ്പോൾ ഡോക്ടർ പ്രിലിമിനറി ചെക്കപ്പിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്, ഉടനെ നിങ്ങളത് പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ ഡോക്ടർ ഇവർക്ക് കുറച്ച് മെഡിസിൻസും അതുപോലെ തന്നെ കുറച്ച് ഡയറ്റ് പ്ലാനുകളുമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് പരിശുദ്ധ കൃപാസന മാതാവിൽ നേരത്തെ ഞങ്ങൾക്കുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ വിശ്വാസവും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ മെഡിക്കേഷനോ അതുപോലെ തന്നെ വേറെ മെഡിക്കൽ ആയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഫോളോ ചെയ്തില്ല. ഞങ്ങൾ വിവാഹത്തിന് PCOD ഉള്ളത് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യം തൊട്ട് തന്നെ ഞങ്ങൾ ഇവളുടെ വയറ്റിൽ കുരിശ് വരച്ച് ഉടമ്പടി തൈലം കൊണ്ട് വിശുദ്ധ ഉടമ്പടി തൈലം കൊണ്ട് ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടർന്നു. അതിനുശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ ഒരു ഡോക്ടറെ കാണാൻ പോയി. അവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് നോർമലായി കൺസീവ് ആകുന്നൊരു ഓവുലേഷൻ ടൈമിൽ അല്ല ഇവള് കൺസീവ് ആയിരിക്കുന്നത്. കൺസീവ് ആകാനായിട്ടുള്ള ചാൻസ് വളരെ കുറഞ്ഞ ടൈമിലാണ് ഇവള് കൺസീവ് ആയിരിക്കുന്നത്. ഇറ്റ്സ് എ മിറാക്കിൾ എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്, ലേറ്റ് കൺസെപ്ഷൻ. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ആ സെയിം ടൈമിലാണ് ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. പക്ഷേ മാതാവിന് ഞങ്ങളെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത്. കാരണം ഇവൾ പ്രഗ്നൻ്റായ സെയിം സമയത്താണ് ഇവളുടെ ഇൻഷുറൻസ് അവളുടെ ഇൻഷുറൻസ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിന് മുന്നെയോ ഇപ്പോൾ സപ്പോസ് ഇവള് പ്രഗ്നൻ്റ് ആയെങ്കിൽ നമുക്ക് അവളുടെ പ്രഗ്നൻസിയിലുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായേനെ. അത് മാതാവിന് അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് കൃത്യസമയത്ത് ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു.
അതുപോലെ ഗർഭകാലം മുന്നോട്ട് പോയി. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ടെല്ലാം നോർമലാണ്, ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെ, കുഞ്ഞും ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവിടുന്ന് ഡോക്ടറെ കണ്ട് എന്തോ ഡോക്ടറോട് ചോദിക്കാനായിട്ട് ഞാൻ തിരിഞ്ഞു നിന്നപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇല്ല അതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്താ ഡോക്ടർ ഉദ്ദേശിച്ചതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താ ഡോക്ടർ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല. അപ്പോൾ മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ ഇവളുടെ സ്കാനിങ്ങിൽ ഇവളുടെ യൂട്രസിലൊരു സിസ്റ്റ് കൂടി കണ്ടിരുന്നു. പക്ഷേ സിസ്റ്റ് കണ്ട കാര്യം നമ്മളോട് പറഞ്ഞില്ല. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളോട് അത് പറയിപ്പിച്ചില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങളതൊരു ടെൻഷനായതിനെ 2-3 മാസക്കാലം അതൊരു ടെൻഷനായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നേനെ. അപ്പം ഡോക്ടർ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ആ സിസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല, അത് അപ്രതീക്ഷിതമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ശരിക്കും ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തരിച്ചു പോയി. സിസ്റ്റം എന്നുള്ളത് ഉള്ള കാര്യം അറിയില്ലായിരുന്നു. 2 അത് അപ്രതീക്ഷിതമായെന്നൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പം പരിശുദ്ധ അമ്മ കൂടുതൽ നമ്മളെ കെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നത്തെ ഓർത്ത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും നന്ദിയും തോന്നി. പിന്നെ അടുത്തതായിട്ട് 7-ാം മാസം ഇവരുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്ലൂക്കോസ് ടെസ്റ്റിൽ ഇവർക്ക് ഷുഗർ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഷുഗർ കൺട്രോളും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും ഒക്കെ പറഞ്ഞു. ഞങ്ങൾ അത് അറിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ, അതായത് എല്ലാ ദിവസവും ഡോക്ടർ ഒരു 10 days കണ്ടിന്യൂസ് ബ്ലഡ് ചെക്ക് ചെയ്ത് റിസൾട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ടുമായിട്ട് ആഫ്റ്റർ 10 days വരാൻ പറഞ്ഞു. ഞങ്ങൾ ഈ 10 ദിവസം രാവിലെ വെറും വയറ്റിൽ ഇവർക്ക് ചെറു ചൂടുവെള്ളത്തിൽ മാതാവിൻ്റെ വിശുദ്ധ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത് 10 ദിവസത്തെ റിസൾട്ടുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ആദ്യത്തെ റിസൾട്ട് നമുക്ക് ഷുഗർ ഉണ്ടായിരുന്നത് തന്നെയാണോ ഒന്ന് ഡോക്ടറെ എങ്ങോട്ട് എടുത്തു ചോദിച്ചു. മലയാളി ഡോക്ടറായിരുന്നു. അപ്പോൾ പറഞ്ഞു പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, വിശുദ്ധ അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ആ ഷുഗർ പൂർണ്ണമായിട്ടും ഇല്ലാതെ ഉള്ള രീതിയിലുള്ള റിസൾട്ടാണ് 10 ദിവസം ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നീടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കുകളിലൊന്നും പിന്നെ ഷുഗർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. സാധാരണ നോർമലി ഇപ്പം നമ്മളിപ്പോൾ അറിയായിരിക്കും തേനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ഷുഗറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. പക്ഷേ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി ഷുഗർ നോർമലായിരുന്നു. അതിനുശേഷം ഇവിടെ 8-ാം മാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടൊരു വൈറൽ ഫീവർ ഉണ്ടായി. വൈറൽ ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം ഞാൻ ശരിക്കും കടന്നുപോയി. അറിയായിരിക്കും ഗൾഫിലൊക്കെ ഉള്ളവർ അറിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാറി കിടക്കാനുള്ള റൂമുകൾ, അടുത്ത അക്കോമഡേഷൻ ഫെസിലിറ്റീസിൻ്റെയൊക്കെ ലിമിറ്റേഷൻ കൊണ്ട് വേറെ റൂമിലേക്ക് മാറി താമസിക്കാൻ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഇല്ലായിരുന്നതുകൊണ്ട് ഈ 5 ദിവസം ഇവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. എന്നെ ശുശ്രൂഷിച്ച സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്തരത്തിലുള്ളൊരു പനിയായിരുന്നു. അങ്ങനെ ആ 5 ദിവസം എന്നെ ഈ പൂർണ്ണ ഗർഭിണിയായിട്ട് ഇവളാണ് എന്നെ ശുശ്രൂഷിച്ചതും എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് കിടക്കുമ്പോഴെല്ലാം വിഷമമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയും ഇവളെയും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഇവളെ സംരക്ഷിക്കണമേ. അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരുവിധ ഒരു കുഴപ്പവും ഉണ്ടാകാതെ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവൾക്കൊരു ജലദോഷം പോലും ഒരു തുമ്മൽ പോലും ഇല്ലാതെ ആ 5 ദിവസം പറഞ്ഞാൽ എന്നെ 5 ദിവസവും 101-102 ഡിഗ്രി പനിയായിരുന്നു. എൻ്റെ മാതാവ് കുഞ്ഞിനെയും ഇവളെയും അമ്മേനെയും സംരക്ഷിച്ചു. അങ്ങനെ അതിനുശേഷം ഇവളുടെ ഡ്യൂ ഡേറ്റായി 40 weeks ആയിട്ടും ഇവൾക്ക് പ്രഗ്നൻസിയിൽ ഇവൾക്ക് പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. അവസാനം ലാസ്റ്റ് 9 month സ്കാനിങ്ങിലും നോർമലാണ്, ഇവർക്ക് നോർമൽ ഡെലിവറി പോസിബിളാണ്. കുഞ്ഞിന് അല്പം വെയിറ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. നോർമൽ ഡെലിവറി പോസിബിളാണ്, സർവിക്സ് എല്ലാം ഓക്കെ ആണ് എന്നെല്ലാമാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുമായിരുന്നു. മാതാവിനോടൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്.
പക്ഷേ 40 ആഴ്ച കഴിഞ്ഞിട്ട് സംഭവിക്കാതെ വന്നു കഴിഞ്ഞപ്പം അവർ പിന്നെ ഇൻഡ്യൂസ്ഡ് ലേബറിന് ട്രൈ ചെയ്തു. ഇൻഡ്യൂസ്ഡ് ലേബർ അത് നടന്നില്ല. അവസാനം ഒരു ദിവസം രാവിലെ ഇവളെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ഇല്ലായിരുന്നു. നമ്മൾ അഡ്മിറ്റായി കഴിഞ്ഞപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഡയാനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണം, നിങ്ങളൊരു അരമണിക്കൂറിനുള്ളിൽ ഡിസിഷൻ പറയണം, നമുക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നമുക്കതൊരു നമ്മളൊരു നിമിഷം അങ്ങോട്ട് സ്റ്റക്കായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര ഡിസിഷൻ എടുക്കാനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ നാടല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെടുക്കുന്ന തീരുമാനം എങ്ങനെയായിരിക്കണം. ഓൾറെഡി ഇവൾ കട്ടിലേക്ക് കിടക്കുന്നു. അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലിരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അരമണിക്കൂറേ സമയമുള്ളൂ. ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ എനിക്ക് ബൈബിൾ ഓപ്പൺ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു. ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് യോഹന്നാൻ 3:8. കാറ്റ് അതിൻ്റെ ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അത് എവിടേക്ക് വരുന്നു, എവിടെ നിന്ന് വരുന്നുവെന്ന് എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിൽ ജീവിക്കുന്ന മനുഷ്യനും. അങ്ങനെയായിരുന്നു എനിക്ക് വചനം കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഈശോയ്ക്ക് എന്നെ പറ്റിയൊരു പദ്ധതിയുണ്ട്, ഈശോയുടെ തീരുമാനം തന്നെയാണ്. ഞാൻ ഉടൻ തന്നെ ഓപ്പറേഷനുള്ള കൺസെൻറ്റ് സൈൻ ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പം ഒരു മലയാളി നേഴ്സ് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുണ്ടായി, ആൺകുഞ്ഞാണ്, ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്, പക്ഷേ കുഞ്ഞിന് 400 വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഇൻകേസ് നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പം നമുക്ക് കുഞ്ഞിനെ അമ്മയ്ക്ക് ചിലപ്പോൾ അപകടം ഉണ്ടായേനെ. എന്തായാലും കൃത്യസമയത്താണ് നിങ്ങളത് ചെയ്തത്, തീരുമാനം എടുത്തത് നന്നായി എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയം, കാരണം വെച്ച് കഴിഞ്ഞാൽ 40 ആഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അമ്മ മാതാവിനോട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത്, അമ്മ തന്ന കുഞ്ഞാണെന്നുള്ള പല തവണകളായി നമുക്ക് ഈ 10 മാസത്തിനിടയ്ക്ക് നമുക്ക് തെളിവിൽ അമ്മ തന്നെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ 40 വീക്സ് എന്തിനു വെയിറ്റ് ചെയ്തു എന്ന് എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി. ആ സംശയത്തിന് വലിയ താമസം ഉണ്ടായില്ല. ഇവനുണ്ടായത് നവംബർ 21, 2025 നവംബർ 21 നവംബർ 21 മാതാവിൻ്റെ സമർപ്പണ തിരുനാളായിരുന്നു. അത് ഞാനിവിടുത്തെ ജോമോൾ സിസ്റ്ററുടെ വ്രതദാനം നവംബർ 21 ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അമ്മ മാതാവിൻ്റെ ദിവസം തന്നെ ഇവന് ഭൂമിയിലേക്ക് വരണമെന്നുള്ളത് അമ്മയുടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. അത് കൂടുതൽ വെളിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ 40 ആഴ്ചകളും കാത്തിരുന്നതെന്ന് എനിക്കപ്പോൾ ബോധ്യമായി. അങ്ങനെ കുഞ്ഞിനെ ലഭിച്ചു. കുഞ്ഞിന് ഞങ്ങൾ ആദമെന്ന് പേരിട്ടു. അതിനുശേഷം കുഞ്ഞും അമ്മയെ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 2ാം ദിവസമായപ്പോൾ കുഞ്ഞിനെ നോക്കാനായിട്ട് പീഡിയാട്രീഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ പീഡിയാട്രീഷ്യൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ ശ്വാസോച്ഛ്വാസം കൂടുതലാണ്, അവനെ NICUയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം അതിലൊരു ഇത് തോന്നിയില്ല. കാരണം കുഞ്ഞ് നോർമലായിരുന്നു, കുഞ്ഞ് നോർമലായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പം ഡോക്ടർ അവരെ കൊണ്ടുപോയി NICUയിലേക്ക് മാറ്റി. NICUയിലേക്ക് മാറ്റിയ ശേഷം അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ്, അതായത് ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ അവന് മിനിമം 7 വേണ്ട, നോർമൽ 7 വേണ്ടടുത്ത് അവന് 39 ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവളുടെയൊക്കെ പ്രഗ്നൻസി പീരീഡിൽ അവർക്കൊരു UTI യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻഫെക്ഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുഞ്ഞിനുണ്ടായതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ അവർ NICUയിൽ അഡ്മിറ്റാക്കി സെയിം ടൈമിൽ എന്നെ ഇവരുടെ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഡയാനെ ഗൈനക്കോളജിസ്റ്റ് ഡിസ്ചാർജ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയെ ഓപ്പറേഷൻ ചെയ്ത് വൈഫിനെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. കുഞ്ഞിവിടെ NICUയിൽ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരോ എപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സമയത്തെല്ലാം. അത് മാത്രമായിരുന്നു ധൈര്യം. അങ്ങനെ ഞങ്ങൾ അവസാനം കുഞ്ഞ് ആശുപത്രിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഞാൻ ഇവളെയും കൂട്ടി കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു. കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് NICUയിൽ ആരും കാണാതെ ഇട്ടു. അതുപോലെ തന്നെ വിശ്വാസപ്രമാണ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ ഈശോയുടെ കുരിശിൻ ചൂട്ടിൽ അമ്മ നിന്നതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ചൂട്ടിൽ അമ്മ ഉണ്ടായിരിക്കണം. കാരണം എനിക്കോ ഇവക്കോ ആർക്കോ വേറെ ആർക്കോ അവിടെ നിൽക്കാനോ അവന് ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റത്തില്ല. അവൻ്റെ അവസ്ഥ എന്താണെന്നും അറിയത്തില്ല. അപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞ് പെട്ടെന്ന്
അഡ്മിറ്റ് ആകുക എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നു, നമ്മൾ പെട്ടെന്ന് വണ്ടറാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിന്നതുപോലെ അമ്മ നിന്നേക്കണമെന്ന് പ്രാർത്ഥിച്ചു. അമ്മ അത് കേട്ടു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന ഒരു ശനിയാഴ്ചയാണ് അവനെ അഡ്മിറ്റ് ആക്കുന്നത്. അതുപോലെ തന്നെ അവർ ഞായറാഴ്ച ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 48 hours അവർ ചെക്ക് ചെയ്യും. 48 hours ശേഷം 48 hours അവർ നോക്കും, മരുന്ന് കൊടുക്കും. അതിന് ശേഷമാണ് അവർ ബ്ലഡ് വീണ്ടും റീചെക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു കഠിന കാലഘട്ടമായിരുന്നു. 48 മണിക്കൂറെന്ന് പറയുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ എരുതിയിലായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാനും ഇവളും കൂടി, അന്ന് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു വചനം, ഞങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറയുന്ന ഓരോ സെൻറ്റൻസും എന്നോട് ഇവളോടും പറയുന്നത് പോലെയായിരുന്നു. ഞങ്ങൾക്കത് വലിയൊരു ആശ്വാസമായിരുന്നു ആ ഒരു അവസ്ഥയിൽ. അങ്ങനെ ഉടമ്പടി അന്ന് തന്നെ ഭാഗ്യവശാൽ എൻ്റെ അമ്മ, ഇവിടെ നാട്ടിലുള്ള അമ്മ ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോയുമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചില്ല. അപ്പം ബഹുമാനപ്പെട്ട അലക്സ് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അലക്സ് അച്ഛനെ ഫോട്ടോ കാണിച്ചിട്ട് അമ്മ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ കുരിശെടുത്ത് അവൻ്റെ ഫോട്ടോയിൽ വെച്ച് അവനെ ബന്ധിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച അന്ന് രാത്രി അവന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ റിസൾട്ട് ഞാൻ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ നെയ്സുവിലെ നേഴ്സ് പറയുന്നത് അവൻ്റെ 39 എന്നുള്ള അവൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് 13 കുറഞ്ഞു എന്നാണ് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ. അവിടുത്തെ ഡോക്ടറും നേഴ്സും പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാനാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 1/3 ഇൻഫെക്ഷൻ റേറ്റ് കുറയും. അവരാകെ ഒരു ഡോസ് ആൻറ്റിബയോട്ടിക് മാത്രമാണ് കൊടുത്തത്. അപ്പം എനിക്കറിയാം, എൻ്റെ കുരിശിൻ ചുവട്ടിൽ അമ്മ നിന്നതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അമ്മ അവനെ തൊട്ടതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് 1/3 കുറഞ്ഞത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന, സന്തോഷത്തിന് വലിയ ദൈർഘ്യമില്ലായിരുന്നു. അവന് കുഞ്ഞുണ്ടായി ആദ്യത്തെ സമയത്ത് ഇവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിരുന്നു. അപ്പം കുഞ്ഞ് NICUലായിരുന്നതുകൊണ്ട് അവരവിടെ നിന്ന് അവന് ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അതവൻ അലർജിയായിട്ട് മാറിക്കഴിഞ്ഞപ്പം അവന് മോഷൻ സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് വരാൻ തുടങ്ങി. അത് പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും ഇവർ നാട്ടിലേക്ക് പോന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞപ്പം നാട്ടിലെ ഡോക്ടറെ കാണിച്ചു. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഡോക്ടർ ടൈഫോയിഡായിട്ട് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ സാധിച്ചില്ല. പല ഡോക്ടർമാരെ കണ്ടു, എങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് വന്നില്ല. അപ്പോഴെല്ലാം നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു പീഡിയാട്രിക് സർജനെ കാണണമെന്ന് പറഞ്ഞു. പീഡിയാട്രിക് സർജൻ ഇവൻ്റെ വയറ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് അബുദാബിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഉടമ്പടി തിരി കത്തിച്ച് വെച്ചു ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചെല്ലുകയും ജപമാല എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവരിവിടെ ആശുപത്രിയിലാണ്. ആരും പിന്നെ എനിക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടുന്ന്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ്, ആരോ പറഞ്ഞു ബൈബിൾ എടുത്ത് തുറക്കാൻ പറഞ്ഞു. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് മത്തായിയുടെ സുവിശേഷം 8ാം അധ്യായം കിട്ടിയത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമായിരുന്നു. അപ്പോൾ കുഷ്ഠരോഗി മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈശോയോട് കുഷ്ഠരോഗി ചോദിക്കുന്ന, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഈശോ അവനെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം ഉണ്ടാവട്ടെ. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞ് സുഖപ്പെട്ടു എന്ന്. അതിനുശേഷം ഇവർ ഇവിടെ വിളിച്ചു, കുഞ്ഞിന് സ്കാൻ ചെയ്തു, പരിശോധനകളെല്ലാം നെഗറ്റീവാണ്, ഒരു പ്രശ്നവും ഇല്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ഒരു മരുന്ന് പോലും അവർ കൊടുത്തില്ല. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാത്രം ഇവളോട് പാല് ഉൽപ്പന്നങ്ങൾ, മിൽക്ക് പ്രോഡക്ട്സും ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് കുഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടി, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത്, ഇവർക്ക് വൈഫിന് UA ഡ്രൈവിംഗ് ലൈസൻസ്, UAയിലുള്ളവർക്കറിയാം അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പം വൈഫ് എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. പക്ഷേ അവൾക്ക് ഇവിടെ നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിലും അത് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് കുറവായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് എനിക്കിങ്ങനെ എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ യോഗ്യതകൾ കൊണ്ട്, ഞങ്ങളുടെ മെറിറ്റ് കൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം ഈശോയുടെ അമ്മയുടെ കൃപ കൊണ്ട് മാത്രം സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കുക, നീ എന്തിനാ അങ്ങനെ സംശയിക്കുന്നത്, നമുക്ക് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഗോൾഡൻ ചാൻസിൽ അപ്ലൈ ചെയ്തു.
ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപം കൈ പിടിച്ചു ഉടമ്പടി ഉപ്പ് അവിടുത്തെ ടെസ്റ്റ് വെഹിക്കിളിലിട്ടും അവൾ എക്സാം അറ്റൻഡ് ചെയ്തു. അവൾ സെക്കൻഡ് ചാൻസിൽ തന്നെ അവൾ പാസ്സായി. അവൾക്ക് UA ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ദൈവം അനുഗ്രഹിച്ചു അവളെ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരുന്നതിന് തൊട്ട് മുന്നേ അന്ന് ആ സെയിം ഡേയിൽ എനിക്കിതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായി. ഞാൻ അവിടെ നാഫ്കോ എന്ന കമ്പനിയിലെ എസ്റ്റിമേഷൻ എഞ്ചിനീയറാണ്. അപ്പം അവിടെ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തൊരു പ്രോജക്റ്റിൽ ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. ഞാനത് എസ്റ്റിമേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവം നടന്നു കഴിഞ്ഞ് ഈ പ്രൊജക്റ്റ് കമ്പനിക്ക് അവാർഡായി കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റ് അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി കഴിഞ്ഞാൽ ക്ലയൻറ്റ് അത് റിക്വേർഡാണ്, ആ റിക്വയർമെൻ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് കൊട്ടേഷനിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മണി വരുമ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ ഒരു വ്യത്യാസം ഉണ്ടാവും ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ മാറുമ്പം. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു, നീ നാട്ടിൽ പോകണ്ട, ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം പോയാൽ മതി. ഈ ഒരു ദിവസം കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്നെക്കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആ വ്യക്തി ശ്രമിച്ചാലും അത് സാധിക്കാത്തൊരു കാര്യമാണ്. അന്നേ ദിവസം അവിടുത്തെ പ്രൊജക്റ്റിൻ്റെ ടീമിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്റ്റ് ടീം അന്ന് മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ ആകെ ടെൻഷനായി. പതിപോലെ തന്നെ എപ്പോൾ ടെൻഷൻ വന്നാലും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഉടമ്പടി കാശുരൂപമാണ് നമ്മുടെ ആശ്രയം. അപ്പോൾ ഉടമ്പടി കാശുരൂപം എടുത്ത് കൈ പിടിച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ തുടങ്ങി. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാനങ്ങ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, എൻ്റെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി എനിക്കത് പരിഹരിക്കാനായിട്ട് സമയമില്ല, എനിക്കിപ്പം ഇന്ന് രാത്രി ഫ്ലൈ ചെയ്യേണ്ടതാണ്. അമ്മ ഈ പ്രശ്നം അമ്മ ഏറ്റെടുക്കണം. ഈ പ്രോജക്റ്റിൻ്റെ ടീമിൻ്റെ മീറ്റിംഗ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് അമ്മ എല്ലാ വ്യക്തികൾക്കും മുന്നേ അമ്മ ചെല്ലണം, അമ്മയുടെ മധ്യസ്ഥയായിട്ട് പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരു ഉച്ചയായിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. അതിനുശേഷം ഞാൻ അവിടുത്തെ ടീമിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ആ ഒരു വിഷയം ഒരു വലിയ വിഷയമായി ഉയർന്നു വന്ന ആ വിഷയം പെട്ടെന്ന് അങ്ങോട്ട് സെറ്റിലായി. അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് അവർക്കറിയത്തില്ല. അറബിക് ടീംസാണ്, അറബിക് ആയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ മീറ്റിങ്ങിന് പോകുന്നത്. അവർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അവർക്കും അറിയത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെയാണ് സംഭവിക്കുള്ളൂ, കാരണം എൻ്റെ ബൈപ്പേഴ്സൺ അവിടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു, നിൻ്റെ ബൈപ്പേഴ്സണോ എന്ന് പുള്ളി എടുത്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മദർ ബേരി അവിടെ വന്നിരുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാണ്, സംഭവം അത് പെട്ടെന്ന് സെറ്റിലായെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് പല ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും വിളിക്കുമ്പോഴെല്ലാം ഒന്നല്ല ഒരു ഒട്ടനവധി തവണ, ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് അവസരങ്ങളിലെല്ലാം വിളിക്കുമ്പോഴെല്ലാം നമ്മുടെ ഓടിയെത്തുന്നുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ കരം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. പിന്നെ കൂടാതെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഉടമ്പടി പത്രങ്ങൾ ഞങ്ങൾ അവിടെ വരുന്നവരുടെ വാങ്ങിപ്പിക്കാറുണ്ട്, അവിടെ വിതരണം ചെയ്യാറുണ്ട് അബുദാബിയിൽ. കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളൊരു ഇവള് അവിടെ മെസ്സിന് പഠിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവിടുത്തെ മരിയ സദനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്ന ഒരു ടീമുണ്ട്, അവരെ നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിൽ. പിന്നെ കൂടാതെ ഡെയിലി ബ്രെഡ് എന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ഉടമ്പടി ധ്യാനം റെഗുലറായിട്ട് കാണാറുണ്ട്. ഉടമ്പടി ധ്യാനം പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും. എങ്കിലും ഞാൻ അന്ന് മുന്നേ പറഞ്ഞതുപോലെ അന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു ഇവിടെ അച്ഛൻ അൾത്താരയിൽ സംസാരിച്ചത്. അപ്പം അതുപോലെ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്. അമ്മ മാതാവെന്ന എല്ലാ അനുഗ്രഹമൊക്കെ നന്ദി പറയുന്നു. പ്രത്യേകം പറയേണ്ടത്, കുഞ്ഞാവയ്ക്ക് ബ്ലഡ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ നേഴ്സാണ്, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് പാല് കുറവായതുകൊണ്ട് പാലും ഇല്ല. കൊച്ച് ക്ലൈമറ്റ് മാറി ഇവിടെ വന്നു, അബുദാബി ഉണ്ട്, കൊച്ച് ഇവിടെ വന്ന് കഴിയുമ്പോൾ ചൂടാണ്. അന്നും എൻ്റെ എല്ലാവരും ഉണ്ട്, അമ്മായിമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്,
നോക്കുന്ന ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരും എന്ന് പറയും പാല് കൊച്ചിൻ്റെ കരയൊന്നും എടുത്തുകൊണ്ട് പോകും. പക്ഷേ ആ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്കറിയാം പാലിൻ്റെ അല്ല കരച്ചിൽ. കൊച്ചിന് വയറ്റിൽ നിന്ന് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ കൊണ്ട് കൊച്ച് കരയുന്നത്. എനിക്ക് പാലില്ല, ഒന്ന് കംഫോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പാല് കൊടുത്ത സമയത്ത് കർഷകൻ കൈ പിടിക്കും, എന്നിട്ട് വിശ്വാസമാണ് ചെല്ലിയാണ് കൊച്ചു കരയിലെന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാ തന്നെ ഫീഡ് ചെയ്യുന്നത്. എന്നിട്ട് ഡോക്ടർമാരെ കാണാൻ പോകുമ്പം ഞങ്ങളൊരു ഡോക്ടർ ഉണ്ടെന്ന് കരുതി ഇങ്ങോട്ട് വന്ന സമയത്ത് ആ ഡോക്ടറിന് ടൈഫോയിഡ് പിടിച്ച് ആ ഒരാഴ്ച അഡ്മിറ്റായി. ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പം മറ്റ് പല ഡോക്ടർമാരെ കണ്ടേ. അപ്പോൾ അവർക്കൊന്നും എക്സാക്റ്റ് റീസൺ പറയാൻ അറിയത്തില്ല. അവർ പറയുന്നത് ഒന്നെങ്കിൽ സ്കാൻ ചെയ്യുക, ബ്ലഡ് ചെയ്യുക. ഓൾറെഡി NIC തൊട്ട് കരഞ്ഞ് കൂവി വന്ന് കൊച്ചിൻ്റെ വെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ NIC കിടക്കുമ്പോൾ തന്നെ എല്ലാം വെയിനും പോയി കിടന്നു. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചിന് വെയിനില്ല. വെയിൻ നോക്കാൻ വേണ്ടി ലാബിലെ സിസ്റ്റർമാർ കുത്തുന്നു, NICക്കാർ കുത്തുന്നു, അങ്ങനെ കുറേ കരഞ്ഞ് പിടിച്ചേക്ക് ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഒന്നുമില്ല. സ്കാൻ ചെയ്തു, അതിനകത്ത് ഒന്നുമില്ല. കാരണം ആർക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വിചാരിച്ചത് ഡോക്ടർ ടൈഫോയിഡ് അഡ്മിറ്റ്. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാനോ നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളായിരുന്നു. ആ സമയത്തെല്ലാം ഹസ്ബൻഡ് പറഞ്ഞു കർഷകൻ കൈ പിടിക്കുക, മാതാവ് വിശ്വസിക്കുക, വിശ്വാസപ്രമാണം ചെല്ല്. അങ്ങനെയാണ് ഈ ഒരാഴ്ച ഞാൻ കഴിഞ്ഞ്. അതിൻ്റെ ഡോക്ടർ വന്ന് ഈ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, പാലിൻ്റെ അലർജിയാണ്, പാൽ നിർത്തിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് തൊട്ട് ഈ എല്ലാ ദിവസങ്ങളും എനിക്ക് പാലില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ചൂടുവെള്ളത്തിൽ ഉടമ്പടി വസ്തുക്കളായ തൈലവും തേനും ഉപ്പും കലർത്തി രാവിലെ കുടിക്കും, വെറും വയറ്റിൽ കുടിക്കും. ആ ഒരു മാത്രമേ എനിക്ക് മരുന്നായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ടെന്നുള്ളൂ. ബാക്കി എല്ലാ മരുന്നുകളും ഡോക്ടർമാർ തരുന്ന മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞാലും പക്ഷേ എനിക്ക് വിശ്വാസം ഉടമ്പടി തൈലം എൻ്റെ ബ്രസ്റ്റിൽ ഞാൻ പുരട്ടുമായിരുന്നു എല്ലാ ദിവസവും. കാശുരൂപം കൈ പിടിച്ച് കുഞ്ഞാക്കി പാൽ കൊടുക്കും. വിശ്വ കുഞ്ഞാക്കി പാൽ കിട്ടണേ, അവൻ കരയല്ലേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസമാണ് ചെല്ലി ഞാൻ എല്ലാ തവണയും ഫീഡ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ എനിക്കറിയാം കുഞ്ഞാവ് കരയുന്നത് ഈ വേദന കൊണ്ടാണ്, ആ വേദന എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട്. പക്ഷേ എല്ലാവരും പറയും കുഴപ്പമില്ല, കുറഞ്ഞോളും, കൊച്ചു ക്ലൈമറ്റ് മാറിയതിൻ്റെയാണ്. എന്നിട്ട് രാത്രി കുഞ്ഞായി കുറക്കവേ ഇല്ല, ക്ലൈമറ്റ് മാറി വന്നതുകൊണ്ട്. എന്നിട്ട് എല്ലാവരും നോക്കുന്ന ചേച്ചിയായാലും എല്ലാവരും വന്ന് ഒരു 12 വരെ ഇരിക്കും. 12 കഴിഞ്ഞപ്പോൾ ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. ആ സമയത്തെല്ലാം കുഞ്ഞാവ് വാവിട്ട് കരഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. അല്ല അമ്മമാർക്കറിയായിരിക്കും, കുഞ്ഞാവിക്ക് ബ്രസ്റ്റ് ഉണ്ട്, ഇച്ചിരി പാലുണ്ട്, പക്ഷേ കുഞ്ഞാവ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥ അവർക്ക് മനസ്സിലാവും. എനിക്ക് കൃത്യം പറയാൻ എനിക്കറിയില്ല. അന്നേരമല്ലേ ഈ കാശുരൂപം മാതാവും മാത്രം എന്നെ രാവിലെ ഉടമ്പടി ധ്യാനം ഫോൺ വെക്കും. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യിപ്പിക്കും. അന്നേരം അവൻ ശാന്തമായിട്ട് ആ സമയങ്ങളിലെല്ലാം ശാന്തമായിട്ട് കിടന്നുറങ്ങുകയും പാലില്ലാതെ എനിക്കറിയാം, എന്നാലും അസ്മിതം പാൽ കുടിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുമില്ല. സ്കാനിങ്ങിനെല്ലാം ഞാൻ പോയപ്പോഴെല്ലാം കഷ്ടം കൈ പിടിച്ചുകൊണ്ട് പോയി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉടമ്പടി അനുഭവങ്ങൾ. ഇത്രയധികം അനുഗ്രഹങ്ങളും കൃപകളും നൽകി ഞങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷി സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. എബിയും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം ചേർന്ന നല്ല ദൈവത്തിന് വലിയ സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണ്. മക്കളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയ നാൾ മുതൽ ഈ കുഞ്ഞു പിറന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്ന ദിവസം വരെയും ഈ മക്കളുടെ ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധിയുടെ ഓരോ അവസരത്തിലും അമ്മ മാതാവും ഈശോയും എങ്ങനെ കരം പിടിച്ചു, കാത്തുകൊണ്ടു, കണ്ണീരിൻ്റെ നാളുകളിൽ എങ്ങനെ കണ്ണീര് തുടച്ചുകൊണ്ട് ആശ്വാസത്തിൻ്റെ ദിവസങ്ങൾ കൊടുത്തു. പ്രതിസന്ധിയുടെയും വലിയ മനോവിഷമത്തിൻ്റെയും ദിവസങ്ങളിൽ അമ്മ മാതാവ് എങ്ങനെ ആശ്വസിപ്പിക്കുകയും കൂടുതൽ പ്രത്യാശ പകർന്ന ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തുവെന്ന് രണ്ടുപേരും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. വിദേശത്ത് ചെന്ന് ഒരുമിച്ച് താമസിക്കുവാനുള്ള ഒരു ഇടം കണ്ടെത്തിയ അവിടം തുടങ്ങി സാക്ഷ്യത്തിൻ്റെ ഓരോ കാര്യത്തിലും രണ്ടുപേരും പറയുന്നുണ്ട്, അമ്മയുടെ ഉടമ്പടിയിലുള്ള ആശ്രയത്വം മാത്രം ഞങ്ങളുടെ ജീവിതത്തെ നിരന്തരം വഴി തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. PCOD ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഗർഭിണിയാകുവാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് ചികിത്സ വേണമെന്ന് പറയുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉദരത്തിൽ പൂശി പ്രാർത്ഥിച്ചു തുടങ്ങി. ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജീവിത പങ്കാളി ഗർഭിണിയായത് സഹോദരൻ സൂചിപ്പിച്ചു. പിന്നീട് അതിൻ്റെ ഓരോ സമയത്തുള്ള സ്കാനിങ്ങുകളിൽ കുട്ടിക്കുണ്ടായിരുന്ന ഓരോരോ പ്രശ്നങ്ങളെയും അമ്മയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അമ്മ മാതാവ് അത് ഓരോന്നും പരിഹരിച്ച് കുഞ്ഞിനെ അതിൻ്റെ ആ പ്രസവം വരെയും ഏറ്റവും സുരക്ഷിതമായി പരിപാലിച്ചതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തി. വീണ്ടും 40ാമത്തെ ആഴ്ച കഴിഞ്ഞും
കുഞ്ഞ് പുറത്തേക്ക് വരാതെ ഉള്ളിൽ തുടരുമ്പോൾ അതിത്തിരി ആശങ്ക ഹൃദയത്തിൽ പടർത്തുകയും സിസേറിയൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യമൊന്ന് പരിഭ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് അമ്മ മാതാവിൻ്റെ സമർപ്പണ തിരുനാൾ ദിവസമാണെന്നും അമ്മ ഉരുവാക്കിയ കുഞ്ഞിനെ അമ്മ സമർപ്പണ തിരുനാൾ വരെ ഉദരത്തിൽ കാത്തു സൂക്ഷിച്ചതാണെന്നും അതിനിടയിൽ വന്ന ഗ്ലൂക്കോസിൻ്റെ വിഷയമാവട്ടെ, ഷുഗറിൻ്റെ വിഷയമാവട്ടെ, അതിനിടയിൽ വന്ന സിസ്റ്റിൻ്റെ വിഷയമാവട്ടെ, അതിനിടയിൽ വന്ന ഓവർ വെയിറ്റ് കൂടിയതിൻ്റെ പ്രശ്നമാകട്ടെ, എല്ലാം അമ്മ മാതാവ് ആ ഒരു അമ്മയുടെ തിരുനാൾ ദിനത്തിന് വേണ്ടി തൻ്റെ ആ കുഞ്ഞിനെ പിറവിക്ക് വേണ്ടി കാത്തുവെച്ചുവെന്നും അതുകൊണ്ടാണ് ആ 40 ആഴ്ച കഴിഞ്ഞുള്ള ദിവസം കൃത്യമായി തിരുനാൾ ദിവസം തന്നെ ആ കുഞ്ഞിനെ പിറവി കൊടുത്ത് ഞാൻ കയ്യൊപ്പ് ചാർത്തിയ ഈ കുഞ്ഞിനെ എൻ്റെ തിരുനാൾ ദിവസം തന്നെ ഈ ഭൂമിയിലേക്ക് നിങ്ങളുടെ കരങ്ങളിലേക്കും ഏൽപ്പിച്ചു തരുന്നുവെന്ന് അമ്മ പറയുന്നത്. പിന്നീട് അതിനുശേഷം കുഞ്ഞിന് വന്ന രോഗക്ലേശങ്ങൾ, അമ്മയ്ക്ക് പാലില്ലാത്ത അവസ്ഥ, ഏറെ ദൈന്യതയോടെ പോയ ആ നാളുകളിലും അമ്മ മാതാവ് തന്നെ ആശ്രയമായിരുന്നതും മരുന്നിനപ്പുറം ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ എന്നിവ ഈ ദമ്പതികൾക്ക് അനുഗ്രഹത്തിനുള്ള അടയാളങ്ങളായി അമ്മ മാതാവ് കൈമാറുകയും വചനത്തിലൂടെ ഓരോ സമയത്തും അവരുടെ ജീവിതത്തെ ബലപ്പെടുത്തുകയും സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ സഹായിക്കുകയും ആരോഗ്യത്തോടുകൂടി ഈ കുഞ്ഞുമായി ഈ അൾത്താരയിൽ എത്തിച്ചേരുവാൻ ഇവരെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ജീവിതം നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോയെന്നിരിക്കാം. ഉടമ്പടിയെടുത്ത നമുക്ക് ദൈവശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അമ്മ മാതാവ് കരം പിടിച്ചൊരാളെപ്പോലും ഉപേക്ഷിക്കില്ല എന്ന പ്രത്യാശയുള്ള വിശ്വാസത്തിൽ അമ്മയുടെ കരങ്ങളിൽ നിരന്തരം ജീവിതത്തെ വിട്ടുകൊടുക്കുവാനാകുമെങ്കിൽ ഏത് ക്ലേശത്തിൽ നിന്നും, ഏത് സഹനത്തിൽ നിന്നും, ഏതില്ലായ്മയിൽ നിന്നും, ഏത് ദുരിതത്തിൻ്റെ കയത്തിൽ നിന്നും നമ്മുടെ കൈപിടിച്ചുയർത്തുകയും ജീവിതത്തെ സംരക്ഷിക്കുകയും ചെയ്യും. അതിൻ്റെ നിരവധിയായ അനുഭവങ്ങളാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ ഏറ്റുപറയുക. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത ദുഃഖ ദുരിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈശോ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.